പെൻഷൻ ബമ്പറിൽ ഭരണപ്രതിപക്ഷ വാക്പോര്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള കുതന്ത്രമെന്ന് പ്രതിപക്ഷം. തദ്ദേശവും നിയമസഭയും പിടിക്കാമെന്ന ആത്മവിശ്വാസത്തിൽ സർക്കാർ. നെല്ല് സംഭരണത്തിൽ പ്രതിസന്ധി ഒഴിയുന്നില്ല. സർക്കാരിന്റെ വ്യവസ്ഥകൾ അംഗീകരിക്കാതെ മില്ലുടമകൾ. ഈ പേമാരിയും കാറ്റും എല്ലാം കൊണ്ട് ഇതേ രീതിയിൽ നശിച്ചു കിടക്കുക ഈ നെല്ല്. ആലപ്പുഴ പുന്നപ്രയിൽ സർക്കാരോ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു മനുഷ്യനും ഈ പ്രദേശത്ത് വന്നിട്ടില്ല. ആലപ്പുഴ പുന്നപ്രയിൽ കൊയ്ത നെല്ല് ഏറ്റെടുക്കാതെ സിവിൽ സപ്ലൈസ്. 250 ഏക്കർ പാടശേഖരത്തെ നെല്ല് 17 ദിവസമായി പെരുവഴിയിൽ. PM ശ്രീയിൽ പുകഞ്ഞ് ഇടതുമുന്നണി. CPIയുടെ പ്രതികരണങ്ങൾ കടന്നുപോയെന്ന് വി ശിവൻകുട്ടി. GR അനിൽ അപമാനിക്കുന്ന പ്രസ്താവന നടത്തിയെന്നും മന്ത്രി. പദ്ധതിയിൽ നിന്നുള്ള പിന്മാറ്റം സ്കൂളുകളെ തകർക്കുമെന്ന് ജോർജ് കുര്യൻ. സംസ്ഥാനത്ത് SIR നടപടിക്രമങ്ങൾ തുടങ്ങി. സന്നിധാനത്തെ സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി റിമാൻഡിൽ. തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റി. അവതാരങ്ങളെ ഒഴിവാക്കാൻ ദേവസ്വം ബോർഡ്. മേൽശാന്തിമാരുടെ സഹായികൾക്ക് പോലീസ് വെരിഫിക്കേഷൻ നിർബന്ധമാക്കും. കണ്ണൂരിൽ VN വാസവന് യുവമോർച്ചയുടെ കരിങ്കൊടി. മകനെയും കുടുംബത്തെയും ചുട്ടുകൊന്ന ചീനിക്കുഴി കൂട്ടക്കൊലപാതക കേസിൽ പ്രതി ഹമീദിന് വധശിക്ഷ. 7 വയസ്സുകാരിയെ ക്രൂരമായി കൊന്ന അച്ഛനും രണ്ടാനമ്മയ്ക്കും ജീവപര്യന്തം. തിരുവനന്തപുരത്ത് മകൻ അമ്മയെ കഴുത്തറുത്തു കൊന്നു. ചടയമംഗലത്ത് ആഭിചാരത്തിന് തയ്യാറാകാത്ത ഭാര്യയെ മീൻകറി ഒഴിച്ച് പൊള്ളിച്ച് ഭർത്താവ്. നാടിനെയാകെ മുൾമുനയിൽ നിർത്തി മുംബൈയിൽ മണിക്കൂറുകൾ നീണ്ട ബന്ദി നാടകം. 20 കുട്ടികളെ ഓഡിഷൻ എന്ന പേരിൽ വിളിച്ചു വരുത്തി ആക്ടിംഗ് സ്കൂളിൽ ബന്ദികളാക്കി. പോലീസ് വെടിവെപ്പിൽ അക്രമി കൊല്ലപ്പെട്ടു. ഗാസയിൽ കൊല്ലപ്പെട്ട 2 ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറി ഹമാസ്. ഇസ്രയേലിന് കൈമാറിയത് റെഡ് ക്രോസ് വഴി. നടപടി ഇസ്രയേൽ ഗാസയിൽ ആക്രമണം രൂക്ഷമാക്കിയതിന് പിന്നാലെ ഇനിയും വിട്ടു നൽകാനുള്ളത് 13 മൃതദേഹങ്ങൾ. പ്രഖ്യാപനങ്ങളിൽ പ്രതിപക്ഷ പ്രതിരോധം. ക്ഷേമ പെൻഷൻ വർധനയടക്കം മുഖ്യമന്ത്രി ഇന്നലെ പ്രഖ്യാപിച്ച സർജിക്കൽ സ്ട്രൈക്ക് ജനകീയ പ്രഖ്യാപനങ്ങൾ തെരഞ്ഞെടുപ്പ് കുതന്ത്രമെന്ന വിമർശനവുമായി പ്രതിപക്ഷം. ക്ഷേമ പദ്ധതികൾ ഇതുപോലെ മുടങ്ങിയ മറ്റൊരു കാലമില്ലെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഉടൻ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഗുണം ചെയ്യുമെന്ന കണക്കുകൂട്ടലിലാണ് ഇടതുമുന്നണി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനങ്ങൾക്ക് ദിവസങ്ങൾക്ക് മുമ്പ് ഇടതുമുന്നണിയുടെ സർജിക്കൽ സ്ട്രൈക്കായി മാറുകയാണ് ക്ഷേമ പ്രഖ്യാപനങ്ങൾ. 2000 രൂപ 1600 നിന്ന് ഒറ്റയടിക്ക് ക്ഷേമ പെൻഷനുകൾ 2000 രൂപയാക്കുന്നു. മറ്റ് പെൻഷൻ ആനുകൂല്യങ്ങളും പ്രഖ്യാപിക്കുന്നു. അതിലൂടെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമല്ല എന്ന് ഇടതുമുന്നണി പറയുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യമുള്ള നീക്കമായി തന്നെയാണ് ഇതിനെ കാണേണ്ടത്. ഇതിനെ ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞതും നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പാണ് പ്രഖ്യാപനങ്ങൾ വന്നതെങ്കിൽ അങ്ങനെ വിമർശിക്കാമായിരുന്നു. പക്ഷേ എന്തിനാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഈ ഒരു പ്രഖ്യാപനം, ഇത്രയും പ്രഖ്യാപനത്തെ കാര്യമുണ്ടോ എന്ന ചോദ്യം ധനമന്ത്രി ചോദിക്കുമ്പോഴും വസ്തുത അതല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനം തന്നെയാണ് ഇന്നലെ മുഖ്യമന്ത്രിയും തുടർന്ന് ധനമന്ത്രിയും ഒക്കെ നടത്തിയത്. എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് നിർത്തുന്ന ഒരു പ്രഖ്യാപനം. അതിൻ്റെ വലിയൊരു നേട്ടം തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുമെന്ന് CPM-ഉം ഇടതുമുന്നണിയും തിരിച്ചറിയുന്നു. ക്ഷേമ പെൻഷൻ പോലും മുടങ്ങിയത് വലിയ തിരിച്ചടി ഇടതുമുന്നണിക്ക് ഉണ്ടാക്കിയിട്ടുമുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ. അതുകൊണ്ട് തന്നെ ഇത് പ്രഖ്യാപനത്തിന് മാത്രം ഒതുക്കാനും ഇടതുമുന്നണിക്ക് കഴിയില്ല. ഇനിയും അസംതൃപ്തരായ വിഭാഗങ്ങളുണ്ട്. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ കമ്മീഷൻ അടക്കം പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അവർക്ക് ഇപ്പോൾ നൽകുന്ന ഈ ആനുകൂല്യങ്ങൾ മാത്രം പോരാ, അതല്ല അവർ ഇപ്പോഴും അസംതൃപ്തരാണ്. ആ പ്രശ്നങ്ങളും അധികം വൈകാതെ പരിഹരിക്കാനാണ് ഇടതുമുന്നണിയുടെ നീക്കം. ഇത് തിരഞ്ഞെടുപ്പ് കുതന്ത്രമെന്ന വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട്. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കേണ്ടത് ഇനീഷ്യൽ സ്റ്റേജിലാണ്, ആദ്യത്തെ ബഡ്ജറ്റിൽ തന്നെയാണ്. ഇത് അവസാനം ഇപ്പോൾ ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയാണ് ഈ കുതന്ത്രം എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയാണ്. ജനങ്ങൾ അത് മനസ്സിലാക്കി കഴിഞ്ഞു
എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. എന്നാൽ കടുത്ത ആക്രമണം നടത്താതെ 2000 മാത്രമല്ലേ കൊടുത്തുള്ളൂ. 2500 എന്നുള്ളതാണ് ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനം. അതിലേക്ക് എത്താത്ത ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. ജനങ്ങൾക്ക് സർക്കാർ എന്ത് കൊടുക്കുന്നതിനെയും തങ്ങൾ എതിർക്കില്ലെന്ന് പറയുന്നത്. നേരത്തെയൊക്കെ ഈ ക്ഷേമ പദ്ധതികളിലടക്കം ലൈഫ് അടക്കമുള്ള പദ്ധതികളിലടക്കം പ്രതിപക്ഷത്തിന്റെ എതിർ നിലപാടുകൾ തിരിച്ചടിയായിരുന്നു. അതുകൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു തന്ത്രമാണ് ഇത്തവണ പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വർധനയാണ് എന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ഒരു സംശയം വേണ്ട. നിങ്ങൾ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രഖ്യാപിക്കാത്തത്? അപ്പൊ 4.5 കൊല്ലം കബളിപ്പിക്കുകയായിരുന്നു ഈ പാവപ്പെട്ടവരെ. ഏറ്റവും പാവപ്പെട്ട മനുഷ്യരാണ് അവരെ കബളിപ്പിക്കുകയായിരുന്നു ഈ ഗവൺമെന്റ്. എന്നാൽ പ്രതിപക്ഷ ആരോപണങ്ങളെല്ലാം തള്ളുകയാണ് സർക്കാർ. ഇന്നലെ മുഖ്യമന്ത്രിയും പിന്നീട് ധനമന്ത്രിയും ഒക്കെ ആ നിലപാടാണ് പറഞ്ഞത്. ഇത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ഒന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സർക്കാർ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. മറ്റു മന്ത്രിമാരും ഒക്കെ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. ജനോപകാരപ്രദമായിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് ഇന്നലെ പ്രഖ്യാപിച്ചത്. ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷം തോന്നി. കാരണം സാധാരണക്കാരിലാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രാവർത്തികമാക്കുവാൻ പറ്റുന്നത്. പ്രത്യേകിച്ചും സ്ത്രീ സുരക്ഷ ഏറ്റവും നല്ല ഒരു പ്രഖ്യാപനമാണ് അതിലൂടെ നടത്തിയത്. അതിനകത്തൊക്കെ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് എന്നുള്ളത് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ തുറന്നു പറയുന്നുള്ളൂ. ഏതായാലും തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു ഇടതുമുന്നണിയുടെ ഒരു ബജറ്റ് എന്ന പോലെ ക്ഷേമ പ്രഖ്യാപനങ്ങൾ. ഇതിനുള്ള സാമ്പത്തിക സ്രോതസ് എവിടെയെന്ന ചോദ്യം ബാക്കിയുണ്ട്. അതിനുള്ള കരുത്ത് ശേഷി സർക്കാരിനുണ്ട്, സർക്കാർ ഖജനാവിനുണ്ട് എന്ന ഒരു ആത്മവിശ്വാസമാണ് ഈ ഘട്ടത്തിൽ സർക്കാർ കേന്ദ്രങ്ങൾ പ്രത്യേകിച്ച് ധനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പ്രകടിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്കുള്ള ഒരു കർട്ടൻ റൈസറായി ഇന്നലത്തെ പ്രഖ്യാപനങ്ങൾ മാറുമ്പോൾ പ്രതിപക്ഷത്തെ അതൊന്ന് പിടിച്ചുലച്ചിട്ടുണ്ട്. ആ സർജിക്കൽ സ്ട്രൈക്കിൽ ഒന്ന് ഉലഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷം എന്നതാണ് ഇന്നത്തെ പ്രഖ്യാപനങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. പക്ഷേ അത് നടപ്പാക്കാനുള്ള സാമ്പത്തിക ശേഷിയുണ്ടോ എന്ന പ്രധാനപ്പെട്ട ചോദ്യത്തിന് കൃത്യമായൊരു ഉത്തരം കിട്ടേണ്ടതുണ്ട്. PM ശ്രീയിലെ തർക്കത്തിനിടെ മന്ത്രി GR അനിലിന്റെ വാക്കുകൾ വേദനയുണ്ടാക്കിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. AISF, AIYF പ്രവർത്തകർ നടത്തിയ പ്രതിഷേധങ്ങളിലും കോലം കത്തിച്ചതിലുമുള്ള നീരസവും മന്ത്രി ഇന്ന് പ്രകടിപ്പിച്ചു. പ്രതിപക്ഷത്തെക്കാൾ രൂക്ഷമായ വിമർശനമാണ് തനിക്കെതിരെ ഉന്നയിച്ചതെന്നും ശിവൻകുട്ടി പറഞ്ഞു. AIYF എന്റെ ഓഫീസിലത്തേക്ക് മാർച്ച് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞു. കാരണം നേതാക്കന്മാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. മറ്റൊരു കാര്യം പറഞ്ഞത് എന്റെ കോലം കത്തിച്ചത് ശരിയായില്ല. കാരണം CPI, CPM നേതാക്കന്മാരും മുഖ്യമന്ത്രി അടക്കം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇത് ആവർത്തിക്കാൻ പാടില്ലായിരുന്നു. പ്രതിപക്ഷത്തുള്ള ആൾക്കാർ നടത്തുന്നേക്കാൾ രൂക്ഷമായ വിമർശനമാണ് അവർ എന്നെ സംബന്ധിച്ച് നടത്തിയത്. എനിക്ക് ഒരിക്കലും പൊരുത്തപ്പെടാൻ കഴിയാത്ത മുദ്രാവാക്യങ്ങൾ എനിക്കെതിരെ വിളിച്ചു. PM ശ്രീ പുനഃപരിശോധിക്കാനുള്ള തീരുമാനത്തിൽ CPM ജനറൽ സെക്രട്ടറി MA ബേബിയെ പ്രശംസിച്ചും ഉദ്യോഗസ്ഥരെ വിമർശിച്ചും ഇന്ന് CPI മുഖപത്രമായ ജനയുഗത്തിൽ ഒരു ലേഖനവും പ്രത്യക്ഷപ്പെട്ടു. കേരളത്തിൽ ക്യാമ്പ് ചെയ്ത് MA ബേബി CPM CPI നേതൃത്വവുമായി ഇടപെട്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കിയെന്നാണ് CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം K പ്രകാശ് ബാബുവിന്റെ ലേഖനത്തിൽ പറയുന്നത്. കേരളത്തിൽ ഭരണ രാഷ്ട്രീയ നേതൃത്വങ്ങളിൽ ആവശ്യമായ ചർച്ച നടത്താതെ ഉദ്യോഗസ്ഥർ ധാരണാപത്രത്തിൽ ഒപ്പിട്ടു എന്നാണ് വിമർശനം. ധാരണാപത്രം മരവിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചെങ്കിലും ആ പദ്ധതിയിൽ നിന്ന് അങ്ങനെ പിന്മാറാനാകുമോ എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. PMCയുമായി ബന്ധപ്പെട്ട് ഇടതുമുന്നണിയിൽ സമവായം ഉണ്ടായെങ്കിലും അതിന്റെ ബാക്കി ചലനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. നേരത്തെ MA ബേബിയെ CPI ജനറൽ സെക്രട്ടറി നിസ്സഹായനെന്ന് പരിഹസിച്ച് രംഗത്ത് വന്നത് CPIയുടെ ദേശീയ സെക്രട്ടറി K പ്രകാശ് ബാബുവാണ്. ഇന്നലെ തന്നെ ഈ സമവായം ഉണ്ടായ ശേഷം MA ബേബിയെ ഫോണിൽ വിളിച്ച് പ്രകാശ് ബാബു നന്ദി പറഞ്ഞിരുന്നു. ഇന്ന് പാർട്ടി മുഖപത്രത്തിൽ ജനയോഗത്തിലെ ലേഖനത്തിലും MA ബേബിയെ അഭിനന്ദിക്കുകയാണ് പ്രകാശ് ബാബു ചെയ്തിട്ടുള്ളത്. MA ബേബി തലസ്ഥാനം കേന്ദ്രീകരിച്ച് നടത്ത നീക്കങ്ങളാണ് ഈ ഒരു പരിസമാപ്തിയിലേക്ക് എത്തിയത്. എന്നാൽ സർക്കാർ തീരുമാനങ്ങൾ മറികടക്കാൻ അല്ലെങ്കിൽ അതിനെ ലംഘിക്കാൻ ചില ഉദ്യോഗസ്ഥർ RSS അനുകൂലികളെ ഉദ്യോഗസ്ഥർ ശ്രമിച്ചു എന്ന ആരോപണത്തിലൂടെ ഇതിലൊരു അതൃപ്തി കൂടി സർക്കാർ നിലപാടുകളല്ല ഉദ്യോഗസ്ഥർ നടപ്പാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് അതൃപ്തി കൂടി പ്രകാശ് ബാബു പരസ്യമാക്കുകയാണ്. ഏതായാലും ഈ വിഷയത്തിൽ ഇനിയും കടമ്പകൾ സർക്കാരിന് മുന്നിലുണ്ട്. കേന്ദ്ര
കേന്ദ്രത്തെ ഇത് രേഖാമൂലം അറിയിക്കുമ്പോൾ കേന്ദ്രത്തിന്റെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. കരാറിൽ നിന്ന് പിന്മാറാൻ, ഏകപക്ഷീയമായി പിന്മാറാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല. അതാണ് ഈ കരാറിലെ പ്രധാന വ്യവസ്ഥകളിൽ ഒന്ന്. കേന്ദ്രമാണ് 30 ദിവസത്തെ നോട്ടീസ് നൽകിയ ശേഷം കേന്ദ്രത്തിന് വേണമെങ്കിൽ തീരുമാനിക്കാം. സർക്കാരിന് മുന്നിൽ ഉള്ള മറ്റൊരു പോംവഴി എന്നുള്ളത് ഇത് ഭേദഗതികൾക്ക്, കരാറിൽ ഭേദഗതികൾക്ക് കേന്ദ്രത്തെ സമീപിക്കാം. അതും കേന്ദ്രത്തിന്റെ അനുമതിയും കേന്ദ്രത്തിന്റെ പിന്തുണയും വേണം. അല്ലെങ്കിൽ ഇത് സംഭവിക്കാൻ പോകുന്ന വലിയൊരു നിയമ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകും. സംസ്ഥാനം ഏതായാലും ഇനി നിലപാടിൽ പിന്നോട്ട് പോകാൻ കഴിയില്ല. ഈ സബ് കമ്മിറ്റിയും അവരുടെ പഠനവും ഒക്കെ ഒരു സാങ്കേതിക നടപടിക്രമങ്ങൾ മാത്രമാണ്. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ നമ്മൾ മറ്റു തിരക്കുകളിലേക്ക് പോവുകയാണ്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് അടക്കം വരുമ്പോൾ ഈ വിഷയത്തിലേക്ക് കാര്യമായ ശ്രദ്ധയോ ചർച്ചയോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ കേന്ദ്രത്തിന്റെ നിലപാടുകൾ നിർണായകമായി തീരും. കേന്ദ്രം പൂർണ്ണമായും ഇതിൽ മരവിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ നിന്നാൽ അതൊരു നിയമ പോരാട്ടത്തിലേക്കാകും വഴി തുറക്കുക. PM ശ്രീയിൽ നിന്നുള്ള പിന്മാറ്റം സർക്കാർ സ്കൂളുകളെ തകർക്കുമെന്നാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ എന്ന് പ്രതികരിച്ചത്. വിദ്യാർത്ഥികൾ മറ്റ് സംസ്ഥാനത്തെ സ്കൂളുകളെ തേടിപ്പോകുന്ന അവസ്ഥയുണ്ടാകും. പദ്ധതി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കുന്നത് സ്വാഗതാർഹമാണ്. കരാറിൽ നിന്ന് സർക്കാർ പിന്മാറില്ലെന്നാണ് കരുതുന്നതെന്നും ജോർജ് കുര്യൻ പ്രതികരിച്ചു. പിന്മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ പിന്മാറിയോ ഇല്ലയോ അവിടെ കത്തുക, അത് ഞാൻ ആ വകുപ്പിൻ്റെ ആളല്ല. പക്ഷെ ഒരു കാര്യം വളരെ ക്ലിയറാണ്. കേരളത്തിലെ സർക്കാർ സ്കൂളുകളെ തകർക്കാനുള്ളൊരു ശ്രമമാണിത്. കാരണം 2022-23 1071 കോടി രൂപയാണ് സർക്കാർ സ്കൂളുകളുടെ വികസനത്തിന് വേണ്ടി കേന്ദ്രം കൊടുത്തത്. അതെല്ലാ വർഷവും കൊടുത്തുകൊണ്ടിരുന്നത് നരേന്ദ്രമോദി വന്നതിന് ശേഷം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ സ്കൂളുകളെല്ലാം സ്മാർട്ട് സ്കൂളുകളായത്. അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അത് തകർക്കാനുള്ള ഒരു ആസൂത്രിത ശ്രമമാണ്. PM ശ്രീയിൽ CPM CPIയുമായി ഉണ്ടാക്കിയ ഒത്തുതീർപ്പ് വ്യവസ്ഥ തീർത്തും വൈരുദ്ധ്യം നിറഞ്ഞതെന്ന് NK പ്രേമചന്ദ്രൻ MP. കരാറിന്റെ നിയമസാധുതയും പ്രത്യാഘാതങ്ങളും പഠിക്കാൻ 7 അംഗ സമിതിയെ നിയോഗിച്ചത് അസാധാരണമായ നടപടിയെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു. ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ ഉണ്ടാക്കിയിട്ടുള്ള ധാരണ ഒരു തരത്തിലും പ്രയോഗവൽക്കരിക്കാൻ കഴിയുന്നതല്ല, പ്രാവർത്തികമാക്കാൻ കഴിയുന്നതല്ല. കേന്ദ്ര ഗവൺമെന്റുമായി സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു എഗ്രിമെന്റ്, ഒരു കരാർ, അതിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാൻ സംസ്ഥാന ഗവൺമെന്റിന് കഴിയില്ല. അല്ലെങ്കിൽ ആ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കണം. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒത്തുതീർപ്പ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഏറ്റവും വൈരുദ്ധ്യം നിറഞ്ഞതാണ്. കാരണം കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിൽ ഒപ്പിട്ടിട്ടുള്ള ഒരു കരാറിന്റെ നിയമസാധുതയെ സംബന്ധിച്ചും അതിന്റെ പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ചും പഠിക്കാൻ ഒരു അവലോകന സമിതിയെ വെക്കുക, 7 അംഗ മന്ത്രിസഭാ യോഗത്തെ നിയോഗിക്കുക എന്ന് പറയുന്നത് തികച്ചും അസാധാരണമായിട്ടുള്ള നടപടിയാണ്. ഒരു കാരണവശാലും ഈ പറയുന്ന ഒത്തുതീർപ്പ് ധാരണ നടപ്പാകാൻ പോകുന്നില്ല. തൽക്കാലത്തേക്ക് CPIയുടെ മുഖം രക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നതിനപ്പുറത്തേക്ക് ഈ പ്രശ്നത്തിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. സംസ്ഥാനത്ത് SIR നടപ്പാക്കുന്നതിനായുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന നടപടിയാണ് തുടങ്ങിയത്. രാജ്ഭവനിൽ ഇന്ന് ഗവർണർക്ക് ആദ്യ എന്യൂമറേഷൻ ഫോം കൈമാറി. ബൂത്ത് ലെവൽ ഓഫീസർ J. ബേനസീർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കൊപ്പം രാജ്ഭവനിലെത്തിയാണ് ഗവർണർക്ക് ഫോം കൈമാറിയത്. മുംബൈയിൽ ബന്ദി നാടകം. മുംബൈയിൽ 20 കുട്ടികളെ ബന്ദികളാക്കി യുവാവിന്റെ ഭീഷണി. പോലീസും അഗ്നിരക്ഷാസേനയും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ പദ്ധതി പൊളിച്ച് കുട്ടികളെ രക്ഷപ്പെടുത്തി. ഇതിനിടെ പ്രതി പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു. രോഹിത് ആര്യ എന്ന യുവാവാണ് RA സ്റ്റുഡിയോയിൽ കുട്ടികളെ പൂട്ടിയിട്ടത്. मैं रोहित आर्या। सुसाइड करने की जगह मैंने एक प्लान बनाया और कुछ बच्चों को इधर हॉस्टेज रखा है। मेरे कुछ ज़्यादा डिमांड्स नहीं है, बहुत सिंपल डिमांड्स है, बहुत मॉरल डिमांड्स है, बहुत एथिकल डिमांड्स है। और मेरे कुछ सवाल है, मुझे कुछ लोगों से बात करनी है, उनको सवाल पूछने हैं, उनके जवाब पर अगर मुझे काउंटर क्वेश्चन है तो मुझे काउंटर क्वेश्चन पूछना है। लेकिन मुझे ये जवाब चाहिए, मुझे दूसरा कुछ नहीं चाहिए। ना मैं टेररिस्ट हूँ, ना मेरी बहुत बड़ी पैसों की डिमांड है, कुछ भी पैसों की डिमांड तो है ही नहीं, इमोरल तो बिल्कुल भी नहीं है। सिंपल कॉन्वर्सेशंस करने हैं और जिसके लिए मैं इन बच्चों को हॉस्टेज लिया है। ये मैंने एक प्लान के तहत ही हॉस्टेज लिया है। लेट्स चेंज 4 मैं सच में करने वाला हूँ। अगर जिंदा रहा तो मैं करूँगा, अगर मैं मर गया तो कोई और करेगा, लेकिन होगा ज़रूर। इन्हीं बच्चों के साथ होगा अगर इनको हार्म नहीं होता है तो। बिकॉज द स्लाइटेस्ट रॉन्ग मूव फ्रॉम योर एंड
will trigger me. അജയ് സുധ ബിജു വിവരങ്ങളുമായി. അജയ്, 20 കുട്ടികളെ ബന്ദികളാക്കി എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായാൽ തീ വയ്ക്കും, കുട്ടികളെ കൊല്ലുമെന്നതടക്കമുള്ള ഭീഷണി നടത്തിയ സാഹചര്യത്തിലായിരുന്നു പോലീസിനും ഫയർഫോഴ്സിനും ചേർന്ന് ഒരു ഓപ്പറേഷൻ നടത്തേണ്ടി വന്നത്. അതിനൊടുവിലാണ് ഇയാൾ കൊല്ലപ്പെടുന്നത്. എന്തൊക്കെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്? അജയ്, ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? മുംബൈയെ 4 മണിക്കൂർ ഭീതിയിൽ നിർത്തിക്കൊണ്ടാണ് ഈ ഒരു യുവാവിൻ്റെ പരാക്രമണം ഉണ്ടായത്. മൊത്തം 20 കുട്ടികളെയാണ് ഓഡീഷൻ എന്നുള്ള പേരിൽ ഇയാൾ ബന്ദികളാക്കി ഭീഷണി തുടർന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ഇയാൾ മുംബൈയിലുള്ള ഒരു സ്റ്റുഡിയോയിൽ ഈ കുട്ടികളെ വിളിച്ചു വരുത്തിയത്. മൊത്തം 100-ലധികം കുട്ടികൾ ഈ ഓഡീഷന് വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് വിവരം. മൊത്തം 15-നും 20 വയസ്സിനും ഇടയിലുള്ള കുട്ടികളാണ് ഇവിടേക്ക് എത്തിയത്. 100 പേർ എത്തിയതിൽ 80ഓളം പേരെ ഇയാൾ തിരിച്ച് പറഞ്ഞയച്ചു. അതിൽ 20 പേരെയാണ് ഇയാൾ ബന്ദികളാക്കി ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത്. മുംബൈയിലുള്ള തിരക്കേറിയ ഒരു പോവായ് മേഖലയിലുള്ള RI സ്റ്റുഡിയോയിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം നടന്നത്. 4 മണിക്കൂറാണ് ഇയാൾ മുംബൈ നഗരത്തെ മൊത്തം ഭീതിയിലാക്കിയത്. 12 മണിക്ക് ഇയാൾ ഈ സ്റ്റുഡിയോയിലേക്ക് എത്തുന്നു. അതിനുശേഷം 12:30 ഈ കുട്ടികളെ മൊത്തം 20 കുട്ടികളെ ഇവിടെ ബന്ദികളാക്കി ഇയാൾ വയ്ക്കുന്നു. അതിനുശേഷം 4 മണിക്കൂർ നീണ്ടു നിന്ന ഒരു പ്രതിസന്ധിയാണ് ഇയാൾ സൃഷ്ടിച്ചത്. ഇയാൾ ഇതിനു ശേഷമാണ് ഈ കുട്ടികൾ ബന്ദികളാക്കി തൻ്റെ കൈവശമുണ്ട്, ആത്മഹത്യ ചെയ്യുന്നതിന് പകരമാണ് താൻ ഈ ഒരു മാർഗം സ്വീകരിച്ചത്, തൻ്റെ ആവശ്യങ്ങൾ കൃത്യമായി നിറവേറ്റണം, തനിക്ക് ചിലരോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, അവർ പറയുന്ന മറുപടി തൃപ്തികരമല്ലെങ്കിൽ തനിക്ക് ചില മറുചോദ്യങ്ങളും അവരോട് ഉന്നയിക്കാനുണ്ട് എന്നാണ് ഇയാൾ പിന്നീട് പുറത്തുവിട്ട വീഡിയോ സന്ദേശം വഴി പറഞ്ഞത്. തുടർന്ന് പോലീസും അഗ്നിരക്ഷാ സേനയും സംയുക്തമായിട്ടാണ് ഈ കുട്ടികളെ രക്ഷിക്കാനുള്ള ഒരു പ്രവർത്തനം നടത്തിയത്. ഇയാൾ തന്നെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാൽ ഈ കെട്ടിടത്തിന് തീയിടും എന്നൊരു ഭീഷണി കൂടി മുഴക്കിയിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് അഗ്നിരക്ഷാ സേനയുടെ സഹായം കൂടി പോലീസ് സ്വീകരിക്കുകയുണ്ടായിരുന്നത്. തുടർന്ന് പോലീസും അഗ്നിരക്ഷാ സേനയും ഈ കെട്ടിടത്തിൻ്റെ ബാത്റൂമിൻ്റെ ജനാല തകർത്താണ് ഇതിനുള്ളിലേക്ക് പ്രവേശിച്ചത്. ഉള്ളിലേക്ക് പ്രവേശിച്ച് ഇയാളുമായിട്ട് പോലീസ് സംസാരിക്കാൻ ശ്രമിച്ചു. ഈ രോഹിത് ആര്യൻ എന്നാണ് ഇയാളുടെ പേര്. ഇയാളുമായി പോലീസ് സംസാരിച്ചു. ഇതിനെ തുടർന്ന് ഇയാൾ പറഞ്ഞത് നാഗ്പൂരിൽ ഇയാൾ ചില കൺസ്ട്രക്ഷൻ ജോലികൾ എല്ലാം ഏർപ്പെട്ടിരുന്നു. അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഈ കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് തനിക്ക് 80 ലക്ഷത്തോളം രൂപ തരാനുണ്ട്. ഇത്തരത്തിൽ തന്നെ ഈ 80 ലക്ഷം രൂപ തരാതെ വഞ്ചിച്ചത് കാരണമാണ് ഈ ഒരു മാർഗം സ്വീകരിച്ചതെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. എന്നാൽ പോലീസിന് തുടർന്ന് എന്തെങ്കിലും സംസാരിക്കാനാകുന്നതിന് മുൻപ് ഇയാൾ തൻ്റെ കൈവശമുണ്ടായിരുന്ന ഒരു തോക്ക് കൊണ്ട് പോലീസിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ഇത് ഈ പെല്ലറ്റ് കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു തോക്കാണ്, ഒരു എയർ ഗണ്ണാണ് എന്നാണ് പോലീസ് പറഞ്ഞത്. ഇതിനുശേഷം പോലീസ് തിരിച്ച് വെടിവെച്ചപ്പോഴാണ് ഇയാൾക്ക് നെഞ്ചിൽ വെടികൊണ്ട് ഗുരുതരമായി പരിക്കേറ്റത്. തുടർന്ന് ഇയാളെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു. എന്നാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഏറെ നേരത്തെ ചികിത്സയെ തുടർന്ന് ഇയാൾ മരണത്തിന് കീഴടങ്ങി. 4:30 എല്ലാ കുട്ടികളെയും ഇവിടെ നിന്ന് മോചിപ്പിക്കാനായത്. 12:30 അകപ്പെട്ട 20 കുട്ടികളെ 4:30 പോലീസിന് സുരക്ഷിതമായി തന്നെ മോചിപ്പിക്കാനായി. ഇവർക്ക് മറ്റ് പരിക്കുകളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഏർപ്പെട്ടിട്ടില്ല. എന്നാലും വളരെയധികം ഭീതിയിലാണ് ഈ കുട്ടികൾ ഈ 4 മണിക്കൂർ തുടർച്ചയായിട്ട് ആ കെട്ടിടത്തിനകത്ത് അകപ്പെട്ടു പോയത്. ശരി, അജയ് സുധ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ബന്ദി നാടകത്തിനൊടുവിൽ അക്രമിക്കൊല്ലപ്പെട്ടു, കുട്ടികൾ സുരക്ഷിതരായി രക്ഷിതാക്കളെ ഏൽപ്പിച്ചു എന്ന് പോലീസ് അപ്പോൾ തന്നെ അറിയിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്താണ് ഇതിന് പിന്നിലുള്ള ചേതോ വികാരം, എന്തുകൊണ്ട് ഇയാൾ ഇങ്ങനെ ഒരു അതിക്രമത്തിന് മുതിർന്നു എന്നത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുന്നതേയുള്ളൂ. ഛഠ് പൂജയെ ചൊല്ലി ബീഹാറിൽ വലിയ തർക്കം നടക്കുകയാണ്. കോൺഗ്രസും RJDയും പൂജയെ അപമാനിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാടകമെന്ന് വിശേഷിപ്പിച്ചതിലൂടെ ബീഹാറിന്റെ സംസ്കാരത്തെ രാഹുൽ ഗാന്ധി അപമാനിച്ചു എന്നാണ് നരേന്ദ്രമോദിയുടെ ആരോപണം. ബീഹാർ ജനത ഇത്തരമൊരു അപമാനം സഹിക്കില്ലെന്നും മുസഫർപൂരിലെ റാലിയിൽ മോദി വിമർശിച്ചു. ഛഠ് പൂജയ്ക്കായി മോദിക്ക് കുളിക്കാൻ കൃത്രിമ യമുന ഉണ്ടാക്കിയെന്നും യമുനയ്ക്കായി പ്രധാനമന്ത്രി ഒന്നും ചെയ്തില്ലെന്നും ഇന്നലെ മുസഫർപൂരിലെ റാലിയിൽ രാഹുൽ വിമർശിച്ചതാണ് പ്രധാനമന്ത്രി ആയുധമാക്കുന്നത്. क्या कोई कभी चुनाव में वोट पाने के लिए छठी मैया का अपमान कर सकता है क्या?
क्या ऐसा अपमान बिहार सहन करेगा क्या? क्या ऐसा अपमान हिंदुस्तान सहन करेगा क्या? क्या मेरी माताएं जो निर्जला उपवास करती है, क्या वो सहन करेगी क्या? आरजेडी कांग्रेस के लिए कैसी बेशर्मी से बोल रहे हैं। उनके लिए तो छठी मैया की पूजा एक ड्रामा है, नौटंकी है। आप उनकी बातों से सहमत है क्या? ऐसे लोगों को सजा दोगे कि नहीं दोगे? ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരാൾ വെടിയേറ്റു മരിച്ചു. ജൻസ്വരാജ് സ്ഥാനാർത്ഥി പീയൂഷ് പ്രിയദർശിയുടെ അനുയായി ദുലാർ ചന്ദ് യാദവാണ് കൊല്ലപ്പെട്ടത്. മൊക്കാമ താൽ പ്രദേശത്ത് ജൻസ്വരാജ് സ്ഥാനാർത്ഥി പ്രചാരണം നടത്തുന്നതിനിടെ തർക്കമുണ്ടായി. ഇതിനിടെ ഇരു വിഭാഗങ്ങളും അക്രമാസക്തരായി. ഏറ്റുമുട്ടലിനിടെ ഉണ്ടായ വെടിവയ്പിലാണ് ദുലാർ ചന്ദ് യാദവ് കൊല്ലപ്പെട്ടത്. ദുലാർ ചന്ദ് മുൻപ് ലാലു പ്രസാദ് യാദവിന്റെ അടുത്ത അനുയായിയായിരുന്നു. ജസ്റ്റിസ് സൂര്യകാന്തിനെ ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി നിയമിച്ചു. നവംബർ 24-നാണ് ഔദ്യോഗികമായി പുതിയ ചീഫ് ജസ്റ്റിസ് സത്യപ്രതിജ്ഞ ചെയ്യുക. ഹരിയാനയിൽ നിന്നുള്ള ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് സൂര്യകാന്ത്. 2019-ലാണ് അദ്ദേഹം സുപ്രീം കോടതി ജഡ്ജിയായത്. 2023-ൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ വിധി ശരിവച്ചതുൾപ്പെടെ നിരവധി സുപ്രധാന വിധിന്യായങ്ങൾ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5 ജഡ്ജിമാരുടെ ഭരണഘടനാ ബെഞ്ചിൽ ജസ്റ്റിസ് സൂര്യകാന്തും അംഗമായിരുന്നു. 2000 ജൂലൈയിൽ ഹരിയാനയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അഡ്വക്കേറ്റ് ജനറലായി നിയമിതനായി. 38 വയസ്സുള്ളപ്പോഴായിരുന്നു ആ നേട്ടം. 2004 ജനുവരി 9-ന് ജസ്റ്റിസ് സൂര്യകാന്ത് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ജഡ്ജിയായി. ഹിസാർ ജില്ലയിലെ പിന്നോക്ക ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർന്ന ജസ്റ്റിസ് സൂര്യകാന്ത് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചാണ് രാജ്യത്തെ ഏറ്റവും വലിയ നിയമ ഉന്നത പദവിയിലേക്ക് എത്തിയത്. ഗാസയിൽ കൊല്ലപ്പെട്ട 2 ബന്ദികളുടെ മൃതദേഹങ്ങൾ കൂടി ഹമാസ് ഇസ്രയേലിന് കൈമാറി. റെഡ് ക്രോസ് വഴിയാണ് കൈമാറ്റം. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ഗാസയിൽ ആക്രമണം രൂക്ഷമാക്കിയതിന് പിന്നാലെയാണ് ഹമാസിന്റെ നീക്കം. അജയ് സുധാ ബിജു വിവരങ്ങളുമായി. അജയ്, ഈ മൃതദേഹം കൈമാറുന്നത് ഈ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷവും വലിയ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ 2 മൃതദേഹങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് തുടർ നടപടികൾ? ശ്രീജ, ഈ വെടിനിർത്തൽ കരാർ എന്നൊന്ന് നിലവിൽ വന്നെങ്കിലും ഇസ്രായേലിനും ഹമാസിനും ഇടയിലുള്ള ആക്രമണങ്ങൾ അത് വീണ്ടും തുടർന്നുകൊണ്ടേയിരുന്നു. നേരത്തെ പോലെ വലിയ തീവ്രത ഇല്ലായിരുന്നുവെങ്കിലും ഈ ആക്രമണങ്ങൾ ഇപ്പോഴും ഇത് പല രീതിയിലായി ഈ തുടർന്നു പോന്നിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു വലിയ ആക്രമണം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഗാസയിൽ നടത്തിയിരുന്നു. അവരുടെ ഒരു സൈനികനെ ഹമാസ് വധിച്ചു എന്നാരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആക്രമണം അത് ഇസ്രായേൽ നടത്തിയത്. എന്നാൽ ഈ ഒരു ഇസ്രായേലിൻ്റെ സൈനികനെ തങ്ങളല്ല വധിച്ചത് എന്നാണ് മറുപടിയായിട്ട് ഹമാസ് പറഞ്ഞത്. എന്തായാലും ഈ ഒരു ഇസ്രായേലിന്റെ നിലവിലുള്ള ആക്രമണത്തിൽ 100-ലധികം പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. എന്തായാലും ഇപ്പോഴും മേഖലയിൽ വലിയൊരു ഭീതി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അമേരിക്ക ഉൾപ്പെടെ ആവർത്തിച്ച് പറയുന്നത് ഇത്തരത്തിൽ ഒരു സമാധാന കരാർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇത് ആക്രമണം അത് താൽക്കാലികം മാത്രമാണ്. ഇസ്രായേലിന്റെ സൈനികൻ മരിച്ചത് കാരണമുള്ള ഒരു പ്രകോപനം മാത്രമാണ് നിലവിലുണ്ടായതെന്നാണ് അമേരിക്ക ഇപ്പോൾ പറഞ്ഞത്. ട്രംപ് ഉൾപ്പെടെ ഇന്ന് ആ കാര്യത്തിൽ പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ ഇതിനിടെ ഈ സംഘർഷങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് ഹമാസ് നിലവിൽ 2 ബന്ദികളുടെ മൃതദേഹങ്ങൾ കൂടി ഇസ്രായേലിന് വിട്ടു നൽകിയത്. ഇതിനു മുൻപേ ബന്ദികളുടെ മൃതദേഹങ്ങൾ വീണ്ടെടുക്കുന്നതിൽ തങ്ങൾ പ്രതിസന്ധി നേരിടുന്നു എന്ന് ഹമാസ് നേരത്തെ ഇസ്രായേലിനോട് വ്യക്തമാക്കിയിരുന്നു. ഇതിന് തങ്ങൾക്ക് തെരച്ചിൽ നടത്താൻ കൂടുതൽ അത്യാധുനിക സംവിധാനങ്ങളുള്ള വലിയ ഉപകരണങ്ങൾ വേണം, എന്നാൽ മാത്രമേ കെട്ടിട അവശിഷ്ടങ്ങളിൽ ഉൾപ്പെടെ തങ്ങൾക്ക് തെരച്ചിൽ നടത്താൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഈ അതിർത്തി കടന്ന് ഈ മറ്റ് കൂടുതൽ ഉപകരണങ്ങൾ അത് ഹമാസിന് വിട്ടു നൽകാനാകില്ല എന്നൊരു നിലപാടാണ് ഇസ്രായേൽ ആദ്യം സ്വീകരിച്ചത്. എന്നാൽ തുടർന്ന് നിരന്തരമായിട്ട് ഈ ഹമാസ് ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചതിന് ശേഷം ഇസ്രായേൽ ഇതിന് വഴങ്ങി. തുടർന്ന് ഈജിപ്തിൽ നിന്ന് പുതിയ ഉപകരണങ്ങൾ അത് ഹമാസിന് കൈമാറുകയായിരുന്നു. ഇതിനെ തുടർന്ന് ഈ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഖാൻ യൂണിസിൽ ഉൾപ്പെടെ ഹമാസ് തെരച്ചിൽ നടത്തി. അപ്പോൾ അതിനെ തുടർന്നാണ് ഈ പുതിയ ഉപകരണങ്ങൾ കൊണ്ട് നടത്തിയ തെരച്ചിലിനെ തുടർന്നാണ് വീണ്ടും 2 മൃതദേഹങ്ങൾ കൂടി ഇസ്രായേലിനെ വിട്ടു നൽകാനായിട്ട്
ഇപ്പോൾ ഹമാസ് ഒരുങ്ങിയിരിക്കുന്നത്. നിലവിൽ റെഡ് ക്രോസിന് മൃതദേഹങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചു. ഇനി റെഡ് ക്രോസ് വഴി ആ മൃതദേഹങ്ങൾ ഇസ്രായേലിലേക്ക് എത്തണം, തുടർന്ന് ഇവരുടെ സംസ്കാരം ഉൾപ്പെടെ നടത്തും. എന്നാൽ മുൻപ് ഇത്തരത്തിൽ റെഡ് ക്രോസ് വഴി കൈമാറിയ ചില മൃതദേഹങ്ങൾ ബന്ദികളുടെ ആണെങ്കിലും മൃതദേഹങ്ങൾ തമ്മിൽ തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു പ്രതിസന്ധി അത് ഗാസയിൽ നിലനിൽക്കുന്നുണ്ട്. അത് ഉൾപ്പെടെ ഇത് പലസ്തീൻ്റെ പല സന്നദ്ധ പ്രവർത്തകരും അധികൃതരും ഉൾപ്പെടെ ഇത് അന്താരാഷ്ട്ര വേദികളിൽ ഉന്നയിച്ച ഒരു കാര്യമാണ്. ആ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇനി ഈ മൃതദേഹങ്ങൾ ഇസ്രായേലിലെത്തി അത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. എന്നാലും ഇത് ഇനി ബന്ദികളുടേതാണെങ്കിലും ഇനിയും 13 മൃതദേഹങ്ങൾ ഈ ധാരണ പ്രകാരം ഹമാസിന് ഇസ്രായേലിന് വിട്ടു നൽകാനുണ്ട്. മൊത്തം 28 ബന്ദികളാണ് കൊല്ലപ്പെട്ടത്. ഇവരുടെ മൃതദേഹങ്ങളാണ് കൈമാറാനുള്ളത്. നിലവിൽ ഭൂരിഭാഗം മൃതദേഹങ്ങളും കൈമാറി. ഇനി 13 പേരുടെ മൃതദേഹങ്ങൾ കൂടി ഹമാസിന് തിരിച്ചു നൽകാനുണ്ട്. ശരി, അജയാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തു പറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്. ഇന്ത്യയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യയുടെ ഉപയോഗം വ്യാപകമാക്കാൻ ഗൂഗിളും റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡും കൈകോർക്കുന്നു. രാജ്യത്തെ ആഗോള AI ശക്തിയാക്കാനുള്ള പ്രധാനമന്ത്രിയുടെ ആഹ്വാനം നടപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ജിയോ ഉപഭോക്താക്കൾക്ക് ഗൂഗിൾ ജെമിനായുടെ ഏറ്റവും പുതിയ പതിപ്പ് ഗൂഗിൾ AI Pro സൗജന്യമായി നൽകും. 18 മാസത്തേക്കാകും ആനുകൂല്യം. ആദ്യഘട്ടമായി 18നും 25 വയസ്സിനും ഇടയിലുള്ള അൺലിമിറ്റഡ് ജിയോ 5G ഉപഭോക്താക്കൾക്ക് ഈ ആനുകൂല്യം ലഭ്യമാക്കും. പിന്നീട് കുറഞ്ഞ സമയത്തിനകം തന്നെ മറ്റുള്ളവർക്കും ഇത് ലഭ്യമാക്കും. ഇന്ത്യയെ AI ശക്തിയാക്കി മാറ്റുക എന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം നടപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി പറഞ്ഞു. കണ്ണീരുണങ്ങാതെ പാടങ്ങൾ. സംസ്ഥാനത്ത് നെല്ല് സംഭരണത്തിൽ പ്രതിസന്ധി തുടരുകയാണ്. സർക്കാരിന്റെ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് മില്ലുടമകൾ അറിയിച്ചതായി ഭക്ഷ്യമന്ത്രി GR അനിൽ പ്രതികരിച്ചു. ഇക്കാര്യം ധനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. തുടർ ചർച്ചയുടെ തീയതി തീരുമാനിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. വലിയ പ്രതിസന്ധി പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുള്ളത് നിങ്ങൾക്കെല്ലാം അറിയാം. 2023-ലും 24-ലും നെല്ല് സംഭരണത്തിൽ ഇതേ പ്രതിസന്ധി സംഘടന ഉണ്ടാക്കിയപ്പോൾ അത് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ, ഗവൺമെന്റിന്റെ ഭാഗം ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ മില്ലുടമകൾ സഹകരിക്കുന്ന നിലപാട് സ്വീകരിച്ചു. ഞങ്ങൾ അവരുമായി വീണ്ടും ചർച്ചയും ആവശ്യമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് കർഷകരുടെ പ്രയാസം അകറ്റുകയാണ് ഗവൺമെന്റിന്റെ മുഖ്യമായ ലക്ഷ്യം.
അതിനാവശ്യമായ നടപടി സ്വീകരിക്കും. മീറ്റിംഗ് ഒന്നും തീരുമാനിച്ചു. ഇന്നലെ രാത്രി ഞാൻ ഇവിടെ വന്ന് 11 മണിയോടുകൂടിയാണെന്നാണ് അവർ വിളിച്ചത്. അപ്പോൾ ആ സമയത്ത് വിളിച്ചത് ഞാൻ ഫിനാൻസ് മിനിസ്റ്റർ ശ്രദ്ധയിൽപ്പെടുത്തി ഞങ്ങൾ എന്താണെന്ന് ആലോചിക്കും. ആലപ്പുഴ പുന്നപ്രയിൽ കൊയ്ത നെല്ല് 17 ദിവസമായിട്ടും പെരുവഴിയിലാണ്. 250 ഏക്കർ പാടശേഖരത്തെ നെല്ലാണ് ആർക്കും വേണ്ടാതെ വഴി നീളെ കിടക്കുന്നത്. കാലാവസ്ഥ മോശമായതോടെ കിളിർത്തു തുടങ്ങിയ നെല്ലുമായി കണ്ണീരൊഴുക്കുകയാണ് കർഷകർ. ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്ന ഏക മില്ലാകട്ടെ 1 ക്വിന്റൽ നെല്ലിന് കിഴിവായി ചോദിക്കുന്നത് 14 കിലോയും. ഇതോടെ എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാതെ സ്തംഭിച്ചു നിൽക്കുകയാണ് പാവപ്പെട്ട കർഷകർ. കാറും കോളും നിറഞ്ഞ് ആകാശം പെയ്തിറങ്ങുമ്പോൾ കുട്ടനാടിന്റെ പാടശേഖരങ്ങളിൽ കണ്ണീരുപ്പ് പടരുകയാണ്. 100 മേനി വിളയിച്ചിട്ടും വഞ്ചിതരാക്കപ്പെടുന്ന മനുഷ്യരുടെ നേർചിത്രമാണ് ഈ പാതയോരങ്ങളിലെങ്ങും. ഈ കാണുന്നത് 250 ഏക്കർ വരുന്ന പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ പൂന്തുരം പാടശേഖരമാണ്. കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് തന്നെ ഇത്തവണ നല്ല ഒന്നാന്തരം വിളവായിരുന്നു കർഷകന് ലഭിച്ചത്. തുലാവർഷം ശക്തി പ്രാപിക്കും മുന്നേ കൊയ്തു കയറ്റി. പക്ഷേ 17 ദിവസങ്ങൾ പിന്നിടുമ്പോഴും മഴയോട് പൊരുതി പാടശേഖരത്തിനരികിൽ കിലോമീറ്ററുകളോളം ദൂരത്തിൽ നെല്ല് ഏറ്റെടുക്കാതെ കിടക്കുകയാണ്. നെല്ല് സംഭരണം ഏറെക്കുറെ അവതാളത്തിലായ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഏക്കറുകളോളം പാടശേഖരത്ത് നെല്ല് സംഭരിക്കാതെ വഴിയരികിൽ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വലിയ കിഴിവാണ് സ്വകാര്യ മില്ലുകൾ കർഷകരോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. നിങ്ങളുടെ പാടശേഖരം ഏതാണ്? ഇപ്പോഴത്തെ ഒരു സാഹചര്യം? നമ്മുടെ പൂന്തുരം പാടശേഖരമാണ്. 213 ഏക്കറാണ്. ഇതിൽ 3/4 ഭാഗവും കൊയ്ത്ത് കഴിഞ്ഞ് കിടക്കുന്നതാണ്. ഈ കൊയ്ത്ത് കിടക്കുന്ന നെല്ല് സർക്കാരിൻ്റെ സംവിധാനത്തിൽ പാടി മാർക്കറ്റിംഗ് ഓഫീസർ അവർ ഒരു മില്ലുടമയെ നമുക്ക് ഒരു മില്ലേ ഉള്ളൂ. ആ മില്ലാണ് മാണിക്കത്ത് എന്ന് പറയുന്ന കാലടിയിലുള്ള മില്ലാണ് നെല്ലെടുക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അവരിവിടെ വരികയും നെല്ല് കൈവാരി നോക്കി അങ്ങനെ പോയി 14 കിലോ കിഴിവ് വേണമെന്ന് പറഞ്ഞു. ആ കിഴിവ് കർഷകർക്ക് താങ്ങാൻ പറ്റുന്നതല്ല. നെല്ല് സംഭരിക്കാൻ ആകെ എത്തിയത് ഒരു സ്വകാര്യ മില്ല് മാത്രം. ഈർപ്പം പോലും പരിശോധിക്കാതെ 1 ക്വിന്റൽ നെല്ലിന് 14 കിലോ നെല്ല് കർഷകരോട് അവർ സൗജന്യമായി നൽകണമെന്ന് ആവശ്യപ്പെട്ടു. കടുത്ത ചൂഷണമാണെന്ന് മനസ്സിലായതോടെ പാടി ഓഫീസർമാരെ കർഷകർ വിവരമറിയിച്ചു. ഏറ്റെടുക്കാൻ ആളില്ലെന്നും വന്നവർക്ക് കൊടുക്കാൻ പറയുകയുമായിരുന്നു ഉദ്യോഗസ്ഥർ. മികച്ച ഗുണനിലവാരമുള്ള ഈ നെല്ലിന് കിൻഡലിന് 14 കിലോ നിരക്കിൽ സൗജന്യമായി മില്ലുകാർ ആവശ്യപ്പെടുന്നത് തീവെട്ടിക്കൊള്ളയാണെന്ന് കർഷകർ പറയുന്നു. നെല്ല് സൗജന്യമായി നൽകണമെന്ന് മാത്രമല്ല, സൗജന്യമായി കൈപ്പറ്റുന്ന നെല്ലിന്റെ ചുമട്ടുകൂലി അടക്കം നഷ്ടം സഹിക്കുന്ന കർഷകരിൽ നിന്ന് അവർ ഈടാക്കുന്നു. ഇത് സംഭരിക്കാനുള്ള യാതൊരു മാർഗവും കൃഷിക്കാർ അല്ല. അതുപോലെ തന്നെ നമുക്ക് ഈ നെല്ല് മില്ലുകാർ വന്ന് ഇത് ചോദിച്ചാൽ തന്നെ അവർക്ക് 15 ഒരു ദാക്ഷിണ്യം ഇല്ലാതെ ചുമ്മാ 15 കിലോ അല്ലെങ്കിൽ ഇത്ര കിലോ കിഴിവ് കൊടുക്കുക എന്നാണ് പറയുന്നത്. എന്ത് കിഴിവാണെന്ന് അറിയത്തില്ല. ഇതിൻ്റെ ന്യായം അനുസരിച്ച് നീതി അനുസരിച്ചും നമ്മൾ ഈ നെല്ലുണ്ടാക്കിയാൽ ആ നെല്ലിന് മോയിസറാണ് പറയുന്നത്. ആ മോയിസർ അനുസരിച്ചുള്ള നമുക്ക് എന്ത് കൊടുക്കാം. അല്ലാതെ നെല്ലിന് ഒരു കുഴപ്പമില്ല. നെല്ല് മോശമുള്ള നെല്ല, പതിനുള്ളതല്ല, ഏറ്റവും നല്ല നെല്ലുമാണ്. അപ്പോൾ അതിനെന്ത് നമ്മൾക്ക് എന്ത് കിഴിവാക്കി കൊടുക്കുന്നത്? മഴക്കാലമാണെങ്കിൽ സമ്മർദ്ദതന്ത്രം ഏറും. നെല്ലറയാണെങ്കിലും നെല്ല് സംരക്ഷിക്കാൻ പേരിന് ഒരു സംഭരണ കേന്ദ്രം പോലും കുട്ടനാട്ടിലില്ല. റോഡരികിൽ സൂക്ഷിക്കുന്ന നെല്ല് മുളപ്പെട്ടാറാകുന്നതോടെ ഹൃദയം തകർന്ന കർഷകർ പെട്ട വിലയ്ക്ക് മില്ലുകാർക്ക് നൽകാൻ നിർബന്ധിതരാകുന്നു. ഇത് കർഷകരും കർഷക തൊഴിലാളികളും കൂടി 3 മാസം കൊണ്ട് വിളയിപ്പിച്ചെടുത്ത നെല്ലാണ്. ഈ നെല്ല് 16-17 ദിവസം ഇത് കൊയ്ത് കരയ്ക്ക് വന്നിട്ട് ഇത് വരുമ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ഈ നെല്ലിന്റെ അവസ്ഥ ഒരു കുഴപ്പമില്ലാത്ത നല്ല നെല്ലായിരുന്നു. ഇപ്പം ഈ 17 ദിവസമായിട്ട് ഇപ്പോഴും കൊയ്ത്ത് തീർന്നിട്ടില്ല. ഇവിടെ വരുന്ന ഈ പേമാരിയും കാറ്റും എല്ലാം കൊണ്ട് ഇതേ രീതിയിൽ നശിച്ചു കിടക്കുക ഈ നെല്ല്. ഇത് സർക്കാരോ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു മനുഷ്യനും ഈ പ്രദേശത്ത് വന്നിട്ടില്ല. ഇത് ആര് സഹിക്കും? ഈ കർഷകരുടെ നാളത്തെ നിങ്ങളുടെ അധ്വാനമാണിത്. ഇത് 3-3.5 മാസത്തെ കഷ്ടപ്പാടായത് ഈ കിളുത്ത് നശിച്ചു കിടക്കുന്നു. വിത്ത് വിതയ്ക്കുന്നത് മുതൽ എന്ന് കൊയ്ത്തു നടക്കും എന്നുവരെയുള്ള കാര്യങ്ങൾ കൃത്യമായി സർക്കാരിനെ രേഖാമൂലം അറിയിച്ചാണ് ഓരോ പാടശേഖരങ്ങളും കൃഷിക്കിറങ്ങുന്നത്. മാസങ്ങൾ നീണ്ട സാവകാശം നെല്ല് സംഭരിക്കാനുള്ള തയ്യാറെടുപ്പിന് സർക്കാരിന് കിട്ടുമെന്നിരിക്കെ
കൊയ്ത്തു കഴിഞ്ഞു കിടക്കുന്ന പാടശേഖരങ്ങളിൽ കർഷകർക്ക് മേൽ ചുമത്തുന്ന ഈ സമ്മർദ്ദം സ്വകാര്യ മില്ലുടമകളെ സഹായിക്കാൻ വേണ്ടി മാത്രമെന്നേ വിശ്വസിക്കാനാകൂ. കർഷകരുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഇവിടെ ഇങ്ങനെ നശിച്ചു കിടക്കുന്നത്. തളർത്തുപോയ ഓരോ നെൽമണിക്കും ഉത്തരവാദിത്വം പറയേണ്ടത് സർക്കാരാണ്. കണ്ണീരുപ്പ് കലർന്ന പാതയോരങ്ങളാണ് പുന്നപ്രയിലും പരിസര പ്രദേശങ്ങളിലും. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ഉണ്ണികൃഷ്ണൻ പോറ്റി റിമാൻഡിൽ. ശബരിമല സ്വർണ്ണ മോഷണ കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി റിമാൻഡിൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റി. നാളെ വീഡിയോ കോൺഫറൻസ് വഴി ഇയാളെ വീണ്ടും റാന്നി കോടതിയിൽ ഹാജരാക്കും. റിമാൻഡ് കാലാവധി നാളെ പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് കോടതിയിൽ ഹാജരാക്കുന്നത്. 14 ദിവസത്തെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞതോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം ഹാജരാക്കിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി നീട്ടിക്കിട്ടണമെന്ന് പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടില്ല. ഇതോടെ പ്രതിയെ കോടതി വീണ്ടും റിമാൻഡ് ചെയ്തു. നാളെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി കോടതിയിൽ ഹാജരാക്കും. വീഡിയോ കോൺഫറൻസ് മുഖേനയായിരിക്കും പ്രതിയെ ഹാജരാക്കുക. റിമാൻഡ് കാലാവധി അവസാനിക്കുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം മോഷ്ടിച്ച കേസിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി റിമാൻഡിലായത്. അതേസമയം കട്ടളപ്പാളിയിൽ നിന്ന് സ്വർണം മോഷ്ടിച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം ഉടൻ രേഖപ്പെടുത്തും. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. നവംബർ 3-ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനായി SIT കോടതിയിൽ പ്രത്യേക പ്രൊഡക്ഷൻ വാറണ്ട് സമർപ്പിക്കും. അതേസമയം മുരാരി ബാബുവിന്റെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. മുരാരി ബാബുവിനെയും നാളെ റാന്നി കോടതിയിൽ ഹാജരാക്കും. കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമായതിനാൽ കസ്റ്റഡി കാലാവധി നീട്ടാൻ SIT കോടതിയിൽ അപേക്ഷ നൽകാനാണ് സാധ്യത. പ്രതികളെ കസ്റ്റഡിയിൽ ലഭിച്ചാൽ ഇരുവരെയും സന്നിധാനത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. കേസിൽ അന്വേഷണ സംഘം വീണ്ടെടുത്ത സ്വർണവും കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ന്യൂസ് 18 പത്തനംതിട്ട. ശബരിമലയിൽ മേൽശാന്തിമാർക്കായുള്ള സഹായികളെ നിയമിക്കുമ്പോൾ പോലീസ് വെരിഫിക്കേഷൻ നിർബന്ധമാക്കുമെന്ന് ദേവസ്വം ബോർഡ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് PS പ്രശാന്താണ് ഇക്കാര്യം അറിയിച്ചത്. സഹായിമാരെ ബോർഡ് തന്നെ നൽകാൻ ശ്രമിക്കും. ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രത്തിലെ മേൽശാന്തിമാരെ ഇതിനായി തെരഞ്ഞെടുക്കും. ശബരിമലയിലെ നിലവിലെ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചത് ചില അവതാരങ്ങളാണെന്നും PS പ്രശാന്ത് പറഞ്ഞു. മേൽശാന്തിമാരുടെ കൂട്ടത്തിൽ വരുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും പോലീസ് വെരിഫിക്കേഷൻ വേണം. ഞങ്ങളുടെ SPയുടെ നേതൃത്വത്തിൽ, ഞങ്ങളുടെ വിജിലൻസ് SPയുടെ നേതൃത്വത്തിൽ ഒരു പരിശോധന ഉണ്ടാവും. മാത്രമല്ല ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നത് ഇപ്പോൾ ഈ മേൽശാന്തിമാരോടൊപ്പം വരുന്നവരൊക്കെ വിവിധ സ്ഥലങ്ങളിലുള്ള ആളുകളാണ്, അവർ തീരുമാനിക്കുന്ന ആളുകളാണ്. ഞങ്ങൾ വേറൊരു കാര്യം ആലോചിക്കുന്നത്, ഞങ്ങളുടെ തന്നെ മേൽശാന്തിമാരുണ്ട് ഞങ്ങളുടെ അമ്പലങ്ങളിലുള്ള. അത് എങ്ങനെ ഒന്ന് ലിസ്റ്റ് ചെയ്ത് ഒരു 20 പേരെയാണ് അവർക്ക് ആവശ്യം. ആ 20 പേരെ ഞങ്ങൾ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതിനെക്കുറിച്ചും ബോർഡ് ഗൗരവമായി ആലോചിക്കുന്നു. നരാധമന് തൂക്കുകയർ. ചീനിക്കുഴി കൂട്ടക്കൊലപാതക കേസിൽ പ്രതി ഹമീദിന് വധശിക്ഷ. സ്വത്തിനു വേണ്ടിയാണ് പ്രതി ഹമീദ് മകനെയും മരുമകളെയും കുട്ടികളെയും കത്തിച്ചു കൊന്നത്. തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വധശിക്ഷ വിധിച്ചത്. 3 വർഷം നീണ്ടുനിന്ന നിയമ നടപടികൾക്ക് ശേഷമാണ് ശിക്ഷാവിധി വരുന്നത്. മകനെയും ഭാര്യയെയും കൊച്ചുമക്കളെയും ആസൂത്രണം ചെയ്ത് കൊലപ്പെടുത്തിയ പ്രതി വധശിക്ഷയ്ക്ക് അർഹനാണെന്ന് കോടതി വിധിച്ചു. 80 വയസ്സുള്ള പ്രതിയുടെ പ്രായം പോലും പരിഗണിക്കാതെയായിരുന്നു ശിക്ഷാവിധി. പ്രോസിക്യൂഷൻ വാദങ്ങളെയെല്ലാം കോടതി ശരിവെച്ചു. പ്രോസിക്യൂഷന്റെ എല്ലാ പ്രായവും അംഗീകരിച്ചു. പ്രായം പോലും പരിഗണിക്കാതെ പ്രായം മാത്രമായിട്ട് ഒരു പരിഗണിക്കാൻ പാടില്ല എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. മറ്റ് സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഇത് ഒരു നിഷ്ഠൂരമായ കൊലപാതകമാണ്. 2022 മാർച്ച് 19 അർദ്ധരാത്രിയിലാണ് നാടിന് നടുക്കിയ അതിക്രൂരമായ കൂട്ടക്കൊല നടന്നത്. തൊടുപുഴ ചീനിക്കുഴി സ്വദേശികളായ മുഹമ്മദ് ഫൈസൽ, ഭാര്യ ഷീബ, മക്കളായ 16-കാരി മെഹ്റിൻ, 13 വയസ്സുള്ള അസ്ന എന്നിവരെയാണ് ഹമീദ് കൊലപ്പെടുത്തിയത്. ഹമീദിന്റെ പിതാവ് മക്കാർ കൊച്ചുമകനായ ഫൈസലിന് ഇഷ്ടദാനമായി നൽകിയ സ്വത്ത് തിരികെ വേണമെന്നാവശ്യപ്പെട്ട് മകനുമായി നിരന്തരം തർക്കം പുലർത്തിയിരുന്നു. ഈ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. മകനും കുടുംബവും രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അടച്ചുകൊണ്ടായിരുന്നു ഹമീദ് ക്രൂരകൃത്യം നടത്തിയത്. ഫൈസലും കുടുംബവും ഉറങ്ങിക്കിടന്ന മുറി പുറത്തുനിന്ന് പൂട്ടി. ജനാലയിലൂടെയും മേൽക്കൂരയിലൂടെയും പെട്രോൾ ഒഴിച്ചാണ് പ്രതി തീയിട്ടത്. സംഭവ ദിവസം വീട്ടിലേക്കുള്ള വെള്ളത്തിന്റെ കണക്ഷനും ഹമീദ് വിച്ഛേദിച്ചിരുന്നു. ന്യൂസ് 18 ഇടുക്കി. അതിഥി കൊലക്കേസിലും വിധി. അതിഥി കൊലക്കേസിൽ അച്ഛനും രണ്ടാനമ്മയ്ക്കും ജീവപര്യന്തം തടവ് ശിക്ഷ. അച്ഛൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയെയും രണ്ടാനമ്മ റംല ബീവിയെയുമാണ് കോടതി ശിക്ഷിച്ചത്. 2013 7 വയസ്സുകാരിയായ അതിഥി കൊല്ലപ്പെട്ടത്.
കോഴിക്കോട് 6 വയസ്സുകാരി അതിഥി കൊല്ലപ്പെട്ട കേസിൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ച ഹർജിയിൽ വിധി വന്നിരിക്കുകയാണ്. മാതാപിതാക്കൾക്ക്, അതായത് അച്ഛൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്കും രണ്ടാനമ്മ റംല ബീഗം എന്ന ദേവിക അന്തർജനത്തിനും ജീവപര്യന്തമാണ് കോടതി വിധിച്ചിരിക്കുന്നത്. വധശിക്ഷ വേണം എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു പബ്ലിക് പ്രോസിക്യൂഷൻ. മാത്രമല്ല, സർക്കാർ ഈ കോടതിയിൽ കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ട കേസിലാണ് സർക്കാർ വീണ്ടും കോടതിയിൽ അപ്പീൽ വരുന്ന ഒരു സാഹചര്യമുണ്ടായത്. അതായത് കൊലപാതക കുറ്റം ചുമത്തി തന്നെ ആയിരിക്കണം ഈ പാരന്റ്സിനെതിരെ നടപടിയെടുക്കേണ്ടതെന്ന് തന്നെയായിരുന്നു സർക്കാരിന്റെ ആവശ്യം. അതായത് കോഴിക്കോട് കോടതിയുടെ വിധി അനുസരിച്ചിട്ട് കുട്ടിയെ അച്ചടക്കം പഠിപ്പിക്കാൻ വേണ്ടിയാണ് കുട്ടിയെ ശിക്ഷിച്ചത് എന്നുള്ള കണ്ടെത്തലായിരുന്നു. പക്ഷേ അതേസമയം 16 മുറിവുകളാണ് അതിഥിയുടെ ശരീരത്തിൽ കണ്ടെത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കോടതി പരിഗണിച്ചിട്ടുണ്ട്. സർക്കാർ കോടതിയിൽ വധശിക്ഷ തന്നെ നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ജീവപര്യന്തം ലഭിച്ചതിലും വിധിയിൽ സന്തോഷമുണ്ട് എന്നാണ് സീനിയർ പബ്ലിക് പ്രോസിക്യൂട്ടർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇന്ന് ഹിയറിംഗ് ഓൺ സെന്റൻസ് ആയിരുന്നു. അവരെ പ്രൊഡ്യൂസ് ചെയ്തു. സർക്കാർ മാക്സിമം പണിഷ്മെന്റ്, ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കാൻ തന്നെ ഉള്ള സാഹചര്യമുണ്ട് എന്നും കോടതിയിൽ വാദിച്ചു. കോടതി എല്ലാ കാര്യങ്ങളും പരിഗണിച്ച് അവർക്ക് ലൈഫ് ഇംപ്രിസൺമെന്റ് രണ്ടുപേർക്കും. 2013 അതിഥി കൊല്ലപ്പെടുന്നത്. രണ്ടാനമ്മയുടെയും അച്ഛന്റെയും പീഡനം കാരണമാണ്, ക്രൂരമായ പീഡനം കാരണമാണ് കുട്ടി കൊല്ലപ്പെട്ടതെന്നാണ് പോലീസ് കണ്ടെത്തൽ. അങ്ങനെയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അങ്ങനെയായിരുന്നു. മാത്രമല്ല, ഈ കുഞ്ഞുങ്ങളെ, അതായത് അതിഥിയെയും അതിഥിയുടെ അനിയൻ 10 വയസ്സുകാരനെയും പീഡിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അയലത്തുകാരും അതുപോലെ ശിശുക്ഷേമ സമിതിയുടെ ആളുകളും അങ്ങോട്ടേക്ക് ചെല്ലാതിരിക്കാൻ വേണ്ടി പട്ടി അഴിച്ചുവിടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കുട്ടിയെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് സ്വകാര്യ ഭാഗങ്ങളിൽ ചൂടുവെള്ളം ഒഴിച്ച് പൊള്ളിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വയറ്റിലേറ്റ ക്രൂരമായ മർദ്ദനമാണ്, മുറിവാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നത്. അതേസമയം വിചാരണ കോടതി ഇതുമായി ബന്ധപ്പെട്ട് ഈ രക്ഷകർത്താക്കളെ വെറുതെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതിലാണ് വീണ്ടും സർക്കാർ അപ്പീൽ പോവുകയും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്, അതായത് ജസ്റ്റിസ് രാജ വിജയരാഘവന്റെയും ജസ്റ്റിസ് KV ജയകുമാറിന്റെയും ബെഞ്ചാണ് ഈ വീണ്ടും ഹർജി പരിഗണിക്കുകയും ഇപ്പോൾ ഈ മാതാപിതാക്കൾക്ക് ജീവപര്യന്തം വിധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലെത്തിയത്. ആഭിചാരത്തിന്റെ പേരിൽ കൊടും ക്രൂരത. കൊല്ലം ചടയമംഗലത്ത് ആഭിചാരക്രിയയ്ക്ക് തയ്യാറാകാത്തതിനെ തുടർന്ന് ഭാര്യയുടെ മുഖത്ത് ഭർത്താവ് മീൻകറി ഒഴിച്ചു പൊള്ളിച്ചു. ചടയമംഗലം വൈക്കൽ സ്വദേശി റജീലയുടെ മുഖത്താണ് പൊള്ളലേറ്റത്. കഴിഞ്ഞ ദിവസമാണ് സംഭവമുണ്ടായത്. റജീല ഇപ്പോൾ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസമാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. ആയൂർ വഞ്ചിപ്പെട്ടി സ്വദേശിനികളായ റജീല, ഷജീർ ഇരുവരും തമ്മിലുള്ള ഒരു തർക്കമാണ് ഇത്തരത്തിലുള്ളൊരു അക്രമത്തിലേക്ക് നയിച്ചത്. കുടുംബവിരോധത്തെ തുടർന്നുണ്ടായ ഒരു തർക്കം വലിയ രീതിയിലുള്ള അക്രമത്തിലേക്ക് കലാശിക്കുകയായിരുന്നു. റജീലയ്ക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേൽക്കുകയും ചെയ്തു. സംഭവത്തിൽ അടുക്കളയിൽ തിളച്ചുകൊണ്ടിരുന്ന ഈ മീൻകറി എടുത്ത് റജീലയുടെ മുഖത്ത് ഒഴിക്കുകയായിരുന്നു. ഗുരുതരമായിട്ടുള്ള പൊള്ളലാണ് റജീലയ്ക്ക് ഏൽക്കേണ്ടി വന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റജീല അഞ്ചലുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചടയമംഗലം പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. റജീലയുടെ ഭർത്താവായ ഷജീറിനെതിരെ അന്വേഷണം ഊർജിതമായി തന്നെ തുടരുന്നുണ്ട്. ഷജീറിനെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് പോലീസിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്ന വിവരം. സംഭവവുമായി ബന്ധപ്പെട്ട് റജീല പോലീസിന് നൽകിയിരിക്കുന്ന ചില മൊഴികൾ നിർണായകമാണ്. ഇതിൽ ചില ഗൗരവമായിട്ടുള്ള ചില വിഷയങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. റജീല പറയുന്നത് തൻ്റെ ശരീരത്ത് ഒരു ബാധ കൂടിയിട്ടുണ്ട് എന്ന് ഭർത്താവ് സംശയിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒരു മന്ത്രവാദിനിയുടെ മുന്നിൽ തന്നെ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. തുടർന്നാണ് കഴിഞ്ഞ ദിവസം മന്ത്രവാദിനിയെ സമീപിച്ച ഈ ഷജീർ തകിടും ഭസ്മവും ചേർന്ന് തൻ്റെ ശരീരത്തിൽ കെട്ടാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇത് താൻ കെട്ടാനൊന്നും തയ്യാറായില്ല. താൻ മതപഠനം നടത്തിയ ആളാണ്, താൻ ഖുർആൻ വിശ്വസിക്കുന്ന ആളാണ്, ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊന്നും തന്നെ താൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. ഇതിൽ പ്രകോപിതനായ ഷജീർ ആണ് ഇത്തരത്തിലുള്ള അക്രമം നയിച്ചത്. ഈ മീൻകറി എടുത്ത് മുഖത്തേക്ക് ഒഴിക്കുകയും ചെയ്തു എന്നാണ് റജീല പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ചടയമംഗലം പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഷജീറിനായിട്ടുള്ള അന്വേഷണം ഊർജിതമായി തുടരുന്നു. ഗുരുതരമായിട്ട് പൊള്ളലേറ്റ റജീല ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടർന്ന സാഹചര്യമാണ് ഉള്ളത്. തിരുവനന്തപുരം കല്ലിയൂരിൽ മകൻ അമ്മയെ കഴുത്തറുത്തു കൊന്നു. ഇന്നലെ രാത്രിയായിരുന്നു മദ്യലഹരിയിൽ മകൻ അമ്മ വിജയകുമാരിയെ കറിക്കത്തി ഉപയോഗിച്ച് ആക്രമിച്ചു കൊന്നത്. കോസ്റ്റ് ഗാർഡിൽ മുൻ ഉദ്യോഗസ്ഥനായ അജയകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രി 11:45 സംഭവം. ഭാര്യയുമായി അകന്ന് കല്ലിയൂർ മന്നം മെമ്മോറിയൽ റോഡിലെ വീട്ടിൽ അമ്മയോടൊപ്പമാണ് അജയകുമാർ താമസിച്ചിരുന്നത്.
സൈനിക കോട്ടയിൽ ലഭിച്ച മദ്യം വീട്ടിൽ സൂക്ഷിച്ചിരുന്നു. മദ്യപിച്ച് ലക്കുകെട്ട അജയകുമാർ രാത്രി വീണ്ടും മദ്യക്കുപ്പിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ അമ്മ തടഞ്ഞു. വാക്കുതർക്കം രൂക്ഷമായതോടെ അജയകുമാർ കത്തിയെടുത്ത് അമ്മയുടെ വയറ്റിൽ കുത്തി. വിജയകുമാരി നിലവിളിച്ചുകൊണ്ട് പുറത്തേക്കോടി. പിന്നാലെ ഓടിയ അജയകുമാർ വിജയകുമാരിയെ കിണറിന് സമീപത്ത് വെച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. കഴുത്തിലും 2 കൈഞ്ഞരമ്പുകളും 2 കാലുകളിലെ ഞരമ്പും മുറിച്ച നിലയിലായിരുന്നു. കൊലപാതക ശേഷം പ്രതി മദ്യമൊഴിച്ച് മൃതദേഹം കത്തിക്കാനും ശ്രമിച്ചു. നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർക്ക് ദേഹത്തോട് ഒഴിക്കുകയായിരുന്നു. അങ്ങനെയാണ് കണ്ടത്. പ്രത്യേക ഒരു ചേട്ടൻ ഇറങ്ങി ഇയാളെ പിടിച്ച് അങ്ങനെ പ്രതി പോലീസ് വന്നു. റിട്ടയർഡ് കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥനായ അജയകുമാർ ഇതിനു മുൻപും മദ്യപിച്ച് അമ്മയുമായി വഴക്കിട്ടിട്ടുണ്ട്. സ്ഥിരം മദ്യപാനിയായ ഇയാളെ 5 തവണ ഡി അഡിക്ഷൻ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരുന്നെങ്കിലും ഫലം കണ്ടിരുന്നില്ല. മരിച്ച വിജയകുമാരി കമ്മീഷണർ ഓഫീസിലെ റിട്ടയർഡ് ഉദ്യോഗസ്ഥയായിരുന്നു. വിജയകുമാരിയുടെ ഭർത്താവ് മോഹൻകുമാർ നേരത്തെ മരിച്ചു. കൊലപാതകത്തിന്റെ CCTV ദൃശ്യം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ന്യൂസ് 18 തിരുവനന്തപുരം. 15-കാരിയെ തട്ടിക്കൊണ്ടുപോയി ഓട്ടോയ്ക്കുള്ളിൽ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 18 വർഷം കഠിന തടവും 90,000 രൂപ പിഴയും ശിക്ഷ. തിരുവനന്തപുരം പ്രത്യേക അതിവേഗ സ്പെഷ്യൽ കോടതിയാണ് ശിക്ഷിച്ചത്. 2023 സംഭവം. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞ സഹോദരിയെ ശുശ്രൂഷിക്കാൻ എത്തിയപ്പോഴായിരുന്നു സംഭവം. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോവുകയും തുടർന്ന് ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിച്ച് പീഡിപ്പിക്കുകയും ചെയ്തുവെന്നാണ് കേസ്. തൃശൂരിൽ നവജാത ശിശുവിനെ അമ്മ ചാക്കിൽ കെട്ടി ക്വാറിയിൽ ഉപേക്ഷിച്ചു. ആറ്റൂർ സ്വദേശിനി സ്വപ്നയാണ് പ്രസവിച്ച ശേഷം കുഞ്ഞിനെ ഉപേക്ഷിച്ചത്. 2 ആഴ്ച കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത്. ക്വാറിയിൽ നിന്ന് കുട്ടിയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചു. മാസ്ക് ഒന്നും മാറ്റണ്ട, അല്ലെങ്കിൽ നിങ്ങൾ കാണുമോ? തിരുവനന്തപുരം ബാലരാമപുരം മുടവൂർപ്പാറയിലെ ബേക്കറിയിൽ കവർച്ച നടത്തിയ മോഷ്ടാവിന്റെ ദൃശ്യം. അതാണ് ഇന്ന് മുകളിൽ ഒരാളുണ്ട് കാണിക്കുന്നത്. മുടവൂർപ്പാറയിലെ പൗർണമി ബേക്കറിയിലായിരുന്നു മോഷണം. രാത്രി 11 മണിയോടെ ഈ മോഷ്ടാവ് ബേക്കറിയുടെ മുന്നിലെത്തി ഉറങ്ങാൻ കിടന്നത് CCTV ദൃശ്യങ്ങളിൽ കാണാം. അതിനുശേഷം അതിരാവിലെ 3 മണിയോടെയാണ് മോഷ്ടാവ് പൂട്ട് പൊളിച്ച് അകത്ത് കയറിയത്. മെഗാസ്റ്റാർ തിരിച്ചെത്തി. എട്ടു മാസത്തിന് ശേഷം മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടി കേരളത്തിലേക്ക് തിരികെയെത്തി. മന്ത്രി P. രാജീവ്, അൻവർ സാദത്ത് MLA തുടങ്ങിയവർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മമ്മൂട്ടിയെ സ്വീകരിച്ചു. UK-യിലെ ഷൂട്ടിംഗിന് ശേഷം കഴിഞ്ഞ ആഴ്ചയാണ് മമ്മൂട്ടി ചെന്നൈയിൽ തിരിച്ചെത്തിയത്. ആഹ്ലാദത്തോടെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ആരാധകർ കേരളത്തിന്റെ സ്വന്തം മമ്മൂക്കയെ സ്വീകരിച്ചത്. മന്ത്രി P. രാജീവ്, അൻവർ സാദത്ത് MLA എന്നിവരും മമ്മൂക്കയെ സ്വീകരിക്കാനെത്തിയിരുന്നു. ഭാര്യ സുൽഫത്തിനും നിർമ്മാതാവ് ആന്റോ ജോസഫിനുമൊപ്പമാണ് 8 മാസത്തിന് ശേഷം മമ്മൂട്ടി കേരളത്തിലെത്തിയത്. സ്വന്തം കാറോടിച്ച് എളംകുളത്തെ വീട്ടിലേക്ക്. തന്ന സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും നന്ദിയെന്ന് പ്രതികരണം. എന്താ സംസാരിക്കേണ്ടത്? വളരെ സന്തോഷം, എല്ലാവരെയും വീണ്ടും കാണാൻ സാധിക്കുന്നു, തിരിച്ചു വരുന്നു. സന്തോഷം, സന്തോഷം, സന്തോഷം. താങ്ക് യു ഫോർ ഓൾ ദ ലവ് യു ഹാവ് ഗിവൻ ടു മീ ആൻഡ് ഫോർ ദ പ്രേയേഴ്സ്. താങ്ക് യു.
മഹേഷ് നാരായണൻ ചിത്രം പാട്രിയോട്ടിന്റെ 3ാം ഷൂട്ടിംഗ് ഷെഡ്യൂൾ അടുത്ത മാസം ആദ്യം കേരളത്തിൽ തുടങ്ങും. ചെന്നൈയിൽ 7 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം കഴിഞ്ഞ മാസമാണ് മമ്മൂട്ടി ഹൈദരാബാദിൽ വീണ്ടും ഷൂട്ടിങ്ങിനെത്തിയത്. തുടർന്ന് UK-യിലും ചിത്രം ഷൂട്ട് ചെയ്തിരുന്നു. ന്യൂസ് 18 കൊച്ചി. മറ്റൊരു സന്തോഷമുള്ള വാർത്ത കൂടിയുണ്ട്. ഇന്ന് മലയാളത്തിന്റെ പ്രിയനടൻ മോഹൻലാലിന്റെ മകൾ വിസ്മയ ആദ്യമായി അഭിനയിക്കുന്ന ചിത്രമായ തുടക്കം, അതിന്റെ പൂജാ ചടങ്ങുകൾ ഇന്ന് കൊച്ചിയിൽ നടന്നു. മോഹൻലാൽ കുടുംബസമേതം ചടങ്ങിനെത്തി. മക്കൾ സിനിമയിലെത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് മോഹൻലാൽ പറഞ്ഞു. ജൂഡ് ആന്റണി ജോസഫാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. സുജി മാം സ്വിച്ച് ഓൺ നിർവഹിച്ചുകൊണ്ട് പ്രണവ് is going to do the first clap for the തുടക്കം മൂവി. നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് ആശീർവാദ് സിനിമാസിന് വേണ്ടി തുടക്കം ഞങ്ങളിതാ സ്വിച്ച് ഓൺ നിർവഹിച്ചിരിക്കുന്നു. സുചിത്ര മോഹൻലാൽ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചപ്പോൾ മകൻ പ്രണവ് മോഹൻലാൽ ആദ്യ ക്ലാപ്പ് അടിച്ചു. കൊച്ചി ക്രൗൺ പ്ലാസയിൽ നടന്ന ചടങ്ങിൽ ദിലീപ്, ജോഷി, എം രഞ്ജിത്ത്, തരുൺമൂർത്തി തുടങ്ങി സിനിമാ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. മകൾ സിനിമയിലേക്ക് എത്തിയതിൽ സന്തോഷമെന്ന് മോഹൻലാൽ പറഞ്ഞു. ഞാൻ എൻ്റെ മകളുടെ പേര് പോലും വിസ്മയം എന്നാണ് ഇട്ടിരിക്കുന്നത്. വിസ്മയ മോഹൻലാൽ എന്നാണ് കാര്യം. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം വളരെ വിസ്മയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്, ആക്സിഡൻ്റായിട്ടാണ്. മായയ്ക്കും അതുപോലെ പെട്ടെന്ന് കുട്ടി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാണ്. അപ്പം ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നൊരാഗ്രഹം പറഞ്ഞു. അപ്പം അഭിനയിക്കണം എന്നാഗ്രഹം പറഞ്ഞാൽ നമുക്ക് അതിനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട്. സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു പാരഫെർനാലിയ ഉണ്ട്, ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്, ഞങ്ങൾക്കത് വളരെ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടുവരുന്ന ഒരു കമ്പനിയുണ്ട്, ആൻ്റണി പെരുമ്പാവൂരുണ്ട്, അതിനൊരു വലിയ സപ്പോർട്ടുണ്ട്. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റ് കിട്ടി. അപ്പം അതിൽ ആ കുട്ടി അഭിനയിക്കാൻ പോകണം. അഭിമാന നിമിഷമെന്ന സുചിത്ര മോഹൻലാൽ. ഞാൻ ഒട്ടും വിചാരിച്ചില്ല രണ്ട് പിള്ളേരും ഈ സിനിമയിലോട്ട് കാൽ കുത്തി വെക്കുമെന്ന്. സോ ഇറ്റ്സ് ഓൾ ഗോഡ്സ് പ്രീ പ്ലാൻഡ് destiny that's come about, and I think the universe also works towards it when he wants it that way. മോഹൻലാൽ ആരാധകന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫ്. ചെറുപ്പത്തിലേ മുതൽ ലാലേട്ടൻ ഫാനായിട്ട് വളർന്ന ഒരു ആള് ആഗ്രഹിച്ചൊരു ഡയറക്ടറായിട്ട് അയാൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല അവസരമാണ് ലാലേട്ടൻ്റെ ഫാമിലിയിലെ ഒരു 2 മിനിറ്റ് സ്പെൻഡ് ചെയ്യാന്നുള്ളത്. ഞാനിപ്പോൾ അത്യാവശ്യം കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ലാലേട്ടൻ്റെ ഫാമിലിയിലൂടെ. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂറാണ് ചിത്രം നിർമ്മിക്കുന്നത്. ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ ആശിഷും പ്രധാന കഥാപാത്രത്തിലെത്തുന്നുണ്ട്. ചിത്രം മെയ് 1 തിയേറ്ററുകളിലെത്തും. ന്യൂസ് 18 കൊച്ചി. ആക്രി എന്ന് കരുതി കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ലേലം ചെയ്ത ബോട്ടിന്റെ ചരിത്രം കേട്ട് ഞെട്ടിയിരിക്കുകയാണ് കൊച്ചിക്കാർ. ആധുനിക കൊച്ചിയുടെ ശില്പി എന്നറിയപ്പെടുന്ന റോബർട്ട് ബ്രിസ്റ്റോ ഉപയോഗിച്ചിരുന്ന ബോട്ടാണ് ഒരു സ്ക്രാപ്പ് ഡീലർ സ്വന്തമാക്കി പുതുമോടിയോടെ കൊച്ചിക്കായി ഒരുക്കുന്നത്. ആക്രിയാണെന്ന് കരുതി സാജർ സിത്താര ലേലത്തിൽ വാങ്ങിയതാണ് ഈ ബോട്ട്. കുപ്പത്തൊട്ടിയിലെ മാണിക്യമാണ് ഈ ബോട്ട് എന്ന് അറിഞ്ഞ നിമിഷം അത് കൊച്ചിയുടെ ചരിത്രത്തിന്റെ അടയാളമായി മാറുകയാണ്. 105 വർഷം പഴക്കമുള്ളതാണ് ML വാസ്കോ ബോട്ട്. 2010 2 ലക്ഷം രൂപ മുടക്കി പൊളിച്ചു വിൽക്കാനായി സാജർ സിത്താര കൊച്ചിൻ പോർട്ടസ്റ്റിൽ നിന്ന് ഇത് വാങ്ങിയത്. റോബർട്ട് ബ്രിസ്റ്റോ ഉപയോഗിച്ചിരുന്ന ബോട്ടാണെന്ന ചരിത്രം അറിയാതെയാണ് ഇത് വാങ്ങിയത്. പോർട്ട് ട്രസ്റ്റിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതോടെയാണ് ലേലത്തിൽ വാങ്ങിയത് അമൂല്യ വസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞത്. ചരിത്രത്തിന്റെ ഭാഗമാണെന്ന് അന്ന് ഞങ്ങൾക്ക് മനസ്സിലായപ്പോൾ ഏതായാലും ഇത് സംരക്ഷിക്കണമെന്നും ഇത് നമ്മൾക്ക് എവിടെയെങ്കിലും ഇത് ആളുകൾക്ക് ഇത് കൊച്ചിയുടെ ചരിത്രം അറിയുന്നതിന് വേണ്ടി ഇത് സംരക്ഷിക്കണമെന്ന് ഞങ്ങൾ 4 പ്രദേശത്താണ്, ഞങ്ങൾ 4 പേരും കൂടി കൂട്ടായ ഒരു തീരുമാനമായിരുന്നു. ഇത് സംരക്ഷിച്ച് നമുക്കിത് എവിടെയെങ്കിലും അന്ന് ഞങ്ങൾക്കിത് വെക്കാൻ പറ്റിയൊരു സ്ഥലം ലഭിക്കാതിരുന്നതുകൊണ്ട് ഞങ്ങളുടെ തന്നെ ഒരു പ്രൈവറ്റ് യാർഡിലാണ് ഇത് സൂക്ഷിച്ചിരുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് അടുത്ത ഒരു സ്ഥലം ഞങ്ങളുടെ സ്വന്തമായി കിട്ടിയപ്പോൾ അവിടെ ഇത് കൊച്ചിയുടെ ചരിത്രം കൊച്ചിയുടെ ഈ തലമുറയ്ക്കും ഇനി വരുന്ന തലമുറയ്ക്കും അറിയുന്നതിന് വേണ്ടി പഠിക്കുവാൻ വേണ്ടി ഇതവിടെ എന്നും സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ബോട്ടിന്റെ അറ്റകുറ്റപ്പണികൾ ഏറെക്കുറെ പൂർത്തിയായിരിക്കുകയാണ്. തോപ്പുംപടിയിൽ ഒരു കൺവെൻഷൻ സെന്റർ ഒരുങ്ങുന്നുണ്ട്. അവിടെയാകും നവീകരിച്ച ML വാസ്കോ ബോട്ടിന്റെ പ്രദർശനം ഉണ്ടാവുക. പഴയ ബോട്ടുകളും കപ്പലുകളും വാങ്ങി പൊളിച്ചു വിൽപ്പന നടത്തുന്ന ബിസിനസ് സാജർ സിത്താരയും സഹോദരങ്ങളും 3 പതിറ്റാണ്ടിലേറെയായി നടത്തിവരികയാണ്. ന്യൂസ് 18 കൊച്ചി. ന്യൂസ് at 9 പൂർണ്ണമാവുന്നു. ഇനി പോലീസ് പട്രോളുമായി ടോം കുര്യാക്കോസ്.